അടുത്ത് വീരമലക്കുന്നിൽ ഇവിടെ വലിയ തോതിലുള്ള അപകട ഭീഷണിയാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇച്ഛാശക്തിയുടെ 3 വർഷങ്ങൾ എന്ന അവകാശവാദവുമായി 4ാം വർഷത്തിലേക്ക് കടന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പുറത്തിറക്കാത്ത പ്രോഗ്രസ് കാർഡിൽ എത്ര മാർക്കുണ്ടാകും? എടുത്തുകാട്ടുന്ന ദേശീയപാത വികസനം സ്വന്തം പേരിൽ എങ്ങനെ എഴുതി ചേർക്കാനാകും? സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് 4ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ തന്നെ പെൻഷൻ എങ്ങനെ കൊടുക്കുമെന്ന് ഒരു ഊഹവുമില്ല. നേട്ടമായി ഉയർത്തിക്കാട്ടിയ സാമൂഹ്യക്ഷേമ പെൻഷന് 6 മാസത്തെ കുടിശ്ശിക. ഗവർണർക്കെതിരെ കോടതിയിൽ നേടിയ വിജയവും കേന്ദ്രത്തിനെതിരെ കേസിന് പോയതും തകർക്കാൻ ശ്രമിക്കുന്നവരെ തോൽപ്പിച്ച പോരാട്ടങ്ങളെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ധൂർത്തും വിവാദങ്ങളും ആരോപണങ്ങളും കരുനിഴൽ വീഴ്ത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്ഷേമം ഉറപ്പിൽ മാത്രം. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമം എന്ന വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ, CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം മുൻപ് അദ്ദേഹമാണ് ഈ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചത്. കാരണം ഇത്തവണ ആഘോഷങ്ങൾ പറ്റില്ലല്ലോ, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ. അതിനാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രസ് കാർഡും സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണ ഇറക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉള്ളതിനാൽ. മുഖ്യമന്ത്രി പക്ഷേ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ 3 വർഷങ്ങളാണ് കടന്നു പോയത് എന്ന അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ മാതൃകയായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു. അതിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദേശീയപാത വികസനം, അങ്ങനെയുള്ള വികസന പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു. പിന്നെ എതിർശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. അത് ജനങ്ങളുടെ സഹകരണത്തോടെയാണ് കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ 3 വർഷത്തെ? എന്തായാലും പ്രതിപക്ഷം ഒരു മിനിമം പാസ് മാർക്ക് പോലും നൽകിയിട്ടില്ല. നോക്കൂ മഞ്ജുഷേ, സാധാരണഗതിയിൽ മന്ത്രിസഭാ വാർഷികം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാറുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് കണ്ടില്ല. പക്ഷെ അത് ഇതുകൊണ്ടല്ലേ, ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലല്ലേ? കാരണം അതിൽ പിന്നെ അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ചെയ്തില്ല എന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ലേഖനം എഴുതാനും പാടില്ലല്ലോ. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതും അദ്ദേഹം ഇന്നത്തെ, അതായത് മന്ത്രിസഭാ വാർഷികം 20-ാം തീയതി ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ലേഖനം എഴുതിയത് ഇന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഈ മന്ത്രിസഭയുടെ നായകനായ സഭാ നേതാവായ മുഖ്യമന്ത്രിക്ക് തന്നെ തനിക്കൊന്നും പറയാനില്ല എന്നൊരു തോന്നലുണ്ടായി കാണണം. കാരണം പത്രസമ്മേളനം നടത്തുക എന്നുള്ളത് മന്ത്രിസഭയുടെ നേട്ടങ്ങൾ വിവരിക്കാൻ പത്രസമ്മേളനം നടത്താമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയവരും അവരിതൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു ലേഖനം എഴുതാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ബൃഹത്തായ ലേഖനമൊന്നുമില്ല. അല്ല, ഉണ്ട്. ഇന്നത്തെ പാർട്ടി പത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാർട്ടി പത്രത്തിൽ മാത്രമല്ല, അത് CPIയുടെ മുഖപത്രത്തിൽ ആ ലേഖനം കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണോ ഇന്നാണെന്നറിയാം. ഇന്നാണ്. അപ്പൊ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ക്ഷേമ പെൻഷൻ, അതായത് 55 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, 1600 രൂപ. അത് കൊടുത്തു വരുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ലഭ്യമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലഭ്യമാക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, കുടിശ്ശിയെ പറ്റി മിണ്ടിയിട്ടില്ല. 6 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് പറയാതെ 55 ലക്ഷം പേർക്ക് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭ്യമാക്കി വരുന്നതാണ്. അപ്പൊ ലഭ്യമാക്കി വരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. കൊടുക്കുന്നില്ല ഇപ്പൊ. ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്, ലഭ്യമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുടിശ്ശിയെ കുറിച്ച് മിണ്ടുന്നില്ല. പിന്നെ സാധാരണ ഗതിയില് ഇവരുടെ ഈ മന്ത്രിസഭയുടെ ഒരു കൊടിയടയാളം എന്താണ്, ഒരു പദ്ധതി കൊടിയടയാളം എന്താണ്? അവരാകപ്പാടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
ഈ നാട്ടിലത്തെ എന്താണ് ഈ ഗതാഗത വികസനവും അതുപോലെ വിഴിഞ്ഞം സ്വപ്ന പദ്ധതി. വിഴിഞ്ഞം പദ്ധതി ആര് കൊണ്ടുവന്നതാ? ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതല്ലേ? അത് ഇവരുടെ പദ്ധതിയാക്കി മാറ്റി, ആയിക്കോട്ടെ. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരയിൽ. കേരളിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിലും ഇല്ല, ഫേസ്ബുക്കിൽ വായിച്ചില്ല, ലേഖനത്തിൽ ഒരു വരി പോലും ഇല്ല. കേരയിൽ വരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ ഒരു പദ്ധതി ഇവിടെ പോയി. പിന്നെ കെ ഫോൺ 14,000 പേർക്ക് കെ ഫോണിന്റെ കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് കൊടുത്തു? അത് സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. പിന്നെ ഈ ദിവസം നമ്മൾ ഇന്ന് എന്താണ് കേൾക്കുന്നത്? വൈദ്യുതി നിരക്കിൽ സംബന്ധിച്ച വൈദ്യുതി കൂടുതൽ വാടക കൊടുത്തു വാങ്ങിയെ സംബന്ധിച്ച് അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് ആരാണ്? ഈ ജനങ്ങളാണ്. അപ്പൊ ഈ മന്ത്രിസഭാ ഭാഷയത്തിൽ സമ്മാനം എന്താന്ന് ചോദിച്ചാൽ ഈ വൈദ്യുതിയുടെ ഇരുട്ടടിയായിട്ടുള്ള ആ കുടിശ്ശിക മുഴുവൻ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതാണ് ഒരു പദ്ധതി നിങ്ങൾ പറയൂ? മറ്റേ AI ക്യാമറയെ കുറിച്ച് പറഞ്ഞു. ഒന്നുമില്ല, പദ്ധതികളൊന്നുമില്ല. ആകെയുള്ളത് ദേശീയപാത വികസനം മാത്രമേ എടുത്തു പറയുവാൻ ഉള്ളൂ. ശ്രീ M ജയചന്ദ്രൻ, തെറ്റല്ലല്ലോ അക്കാര്യം? ദേശീയപാത വികസനം അതൊരു വലിയ നേട്ടമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാനത്തിന്റെ സ്വന്തം പദ്ധതിയൊന്നുമല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അതിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനും അപ്പുറത്തായിട്ട് ഒരു വലിയ പദ്ധതികളെ കുറിച്ച് എടുത്തു പറയുവാൻ ഇല്ല. ഞാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യമല്ല പറഞ്ഞത്, രണ്ടാം പിണറായി സർക്കാരിന്റെ മാത്രമായിട്ടുള്ളൂ. അതായത് ഈ 3 വർഷത്തെ കാര്യമാണ്. പിന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം പറയുമ്പോൾ കുടിശ്ശിക കിടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു, ശരി. പക്ഷേ 6 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്. അതിൽ ഓരോ മാസവും അതാത് മാസത്തെ കൊടുത്ത് തീർത്തുകൊണ്ട് 6 മാസത്തെ കുടിശ്ശിക അങ്ങനെ തന്നെ ഇടാനുള്ള ചർച്ചകൾ പോലും നടന്നു. ഇനി അതിനപ്പുറത്തേക്കുള്ള ഒരു തീരുമാനം ഈ കൊടുത്തു തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്ര കണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സമയത്താണ് 4ാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. മഞ്ജുഷ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതും ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞതുമായ കാര്യങ്ങളിൽ പിന്നെ ചില കാര്യങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വിഴിഞ്ഞം, പിന്നെ ഒരു ഭാഗത്തുള്ള ഹൈവേ വികസനം, ഇതൊന്നുമല്ല അടിസ്ഥാനപരമായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവയൊന്നുമല്ല. ഒരു ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട അടിസ്ഥാനപരമായി ആ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ എത്രത്തോളം ഗവൺമെൻറ് അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ട്, അത് മറികടക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ചുവടുവയ്പ്പുകൾ എത്രത്തോളം. ഇതാണല്ലോ ഒരു മന്ത്രിസഭാ വാർഷികത്തിൻ്റെ ഈ വേളയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് വരേണ്ടത്. വിഴിഞ്ഞം പദ്ധതിയോ ഹൈവേ വികസനമോ ഒന്നും മാത്രമല്ല, അവിടുത്തെ നിരവധിയായ വികസന പദ്ധതികളുടെ ഒരു പിന്നെ തുടക്കവും തുടർച്ചയുമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അങ്ങനെ ഇപ്പം പിന്നെ ശ്രീകുമാറിന് അങ്ങനെ വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, അത് അദ്ദേഹം ചെയ്തു കൊള്ളട്ടെ. എൻ്റെ അഭിപ്രായം താങ്കൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗമായാലും ശരി, ആശുപത്രികളുടെ കാര്യമായാലും ശരി, പിന്നെ പെൻഷൻ്റെ കുടിശ്ശികയുടെ കാര്യമായാലും ശരി, ഒക്കെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് 2016 ആദ്യ പിണറായി സർക്കാർ വരുന്നത്. അത് കഴിഞ്ഞു 2021 അതിനെ ഒരു പിന്നെ ക്രമബദ്ധമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഓരോ വർഷം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ 2016 എവിടെ തുടങ്ങിയോ അവിടെ നിൽക്കുകയാണ്. ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 2016 തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. അല്ല, ക്ഷേമ പെൻഷൻ ഞാൻ പറഞ്ഞില്ല. ക്ഷേമ പെൻഷൻ മാത്രമല്ല ഞാൻ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ്റെ കാര്യം താങ്കൾ ചോദിച്ചുകൊണ്ട് അത് മാത്രം പറയാം. ക്ഷേമ പെൻഷൻ പിന്നെ ഈ 600 രൂപയായിരുന്നു ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ. ആ തുകയാണല്ലോ കുടിശ്ശിക അടക്കം തീർത്തു കൊടുത്തുകൊണ്ട് 1600 എത്തുന്നത്. അപ്പോൾ ആ കുടിശ്ശിക കൊടുക്കുമ്പോൾ ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 36 മാസത്തെ ഭരണത്തിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഈ 36 മാസത്തിൽ 5 മാസത്തെയാണ് താങ്കൾ തന്നെ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള കുടിശ്ശിക ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സമ്പൂർണ്ണമാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? ഞാനങ്ങനെ അവകാശപ്പെടുന്നില്ല. ഈ ചർച്ചയിൽ അത്ര അവകാശവാദങ്ങളും എനിക്കില്ല. പക്ഷേ തങ്ങളുടെ പിന്നെ പരിധികൾക്കകത്തും പരിമിതികൾക്കകത്തും നിന്നുകൊണ്ട് സാധ്യമായ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭരണനിർവഹണ രീതി 2ാം പിണറായി മന്ത്രിസഭ തുടർന്നു വരുന്നു
എന്ന തോന്നലുള്ള ഒരു പൗരനാണ് ഞാൻ. അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും. അത് വിവിധ മേഖലകളിൽ അതിൻ്റെ ആ പ്രകടനം നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള തളർച്ച മറികടക്കാൻ നമ്മളെ സഹായിച്ചത് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തനത് വരുമാനത്തിലുണ്ടായിട്ടുള്ള വളർച്ച. ആ വളർച്ച 2016 പിന്നെ 26% ഇപ്പോൾ 56% തനത് വരുമാനം വളർന്നിട്ടുണ്ട്. തനത് വരുമാനം വളരുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണല്ലോ വളരുന്നത്, അതാണല്ലോ അതിൻ്റെ അടിസ്ഥാന മാനകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കാണേണ്ടത്. അത് അങ്ങനെ ആ തനത് വരുമാനത്തിലുള്ള വളർച്ച കൊണ്ട് മറ്റ് പല തളർച്ചകളും വീഴ്ചകളും കേവലമായിട്ട് മറികടക്കാൻ, പൂർണ്ണമായിട്ട് മറികടക്കാനല്ല, കേവലമായി മറികടക്കാൻ സംസ്ഥാന സർക്കാരിനാകുന്നുണ്ട്. അവിടുന്നാണ് പിന്നീട് സുപ്രീം കോടതിയിലേക്കുള്ള ഒരു യാത്ര തന്നെ ഉണ്ടല്ലോ, ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഫെഡറൽ ഘടനയുടെയൊക്കെ വിഷയങ്ങൾ സംബന്ധിച്ച് അടക്കമുള്ളത്. അതിലേക്കൊക്കെ പോകുന്ന അങ്ങനെയാണ്. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ്, അങ്ങനെയാണെന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ പിന്നെ മുന്നോക്കം സഞ്ചരിക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭരണ തുടർച്ചയ്ക്ക് കാരണമായതാണ്, ഈ ഭരണ തുടർച്ചയ്ക്ക് തന്നെ കാരണമായതാണ് ക്ഷേമ പദ്ധതികൾ. അത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് തടസ്സപ്പെട്ടു എന്ന് പറയുന്നത് സർക്കാരിന് ഒട്ടും ശോഭനകരമായ ഒരു കാര്യമല്ല. അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമല്ല, മറ്റു പല ഇൻഡെക്സുകളിലും പ്രശ്നമുണ്ടായി. സപ്ലൈകോ വിപണന കേന്ദ്രങ്ങൾ കാലിയാകുന്ന കാഴ്ച പല തവണയും ഉണ്ടായി. ഒരു ചെറിയ ഉദാഹരണം എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഈ തുടർച്ച ഉണ്ടാകുന്നതിന് കാരണമായ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാതി വഴിയിൽ നിലച്ചു പോകുന്നു എന്ന ഒരു അവസ്ഥയുണ്ടായി എന്നതാണ്. ഇനിയിപ്പോൾ 2 വർഷങ്ങൾ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ചുവടുവെപ്പിലേക്ക് വരുമ്പോൾ ഇത് മറികടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീത് പണിക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ആത്മവിശ്വാസമുള്ളതാണ്. അല്ല, അത് ഒരു കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരാൾ കൂടി ഉണ്ടല്ലോ, ശ്രീത് പണിക്കർ. മുഖ്യമന്ത്രി പറയുന്നത് വികസനം, ജീവിത നിലവാരം, ഭരണ നിർവഹണം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും നീതി ആയോഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തിയ ഒരു സർക്കാരാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇച്ഛാശക്തിയുടെ 3 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 4ാം വർഷത്തിലേക്ക് ചുവടുവെപ്പ് നടത്തിയത്. ഇവിടെ എൻ ശ്രീകുമാർ പറഞ്ഞു അതൊരു സാങ്കേതിക പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയില്ലല്ലോ, മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയില്ലല്ലോ എന്ന്. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്തായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ ഒക്കെ അതിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കാരണം. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എന്നാണോ അന്ന് വരെ അത് നിലനിൽക്കുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതിന് നമുക്ക് സ്റ്റിൽ ബൈൻഡിങ് ആണ്. അത് തന്നെയുമല്ല, അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു വലിയ ആഘോഷ പരിപാടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർഗം ഒഴിവാക്കിയത്. അതോടൊപ്പം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക എന്ന രീതിയുണ്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളുമായിട്ട് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. പക്ഷേ അതൊരു തരത്തിൽ സർക്കാരിന് ഗുണമായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്തെടുത്തിട്ട് പറയും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്ന സമയത്ത് ഈ പെരുമാറ്റച്ചട്ടമെല്ലാം രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിലിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെയാണ് ബാധകമെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ബാധകമല്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ സർക്കാരിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ മന്ത്രിസഭയിലുള്ള 21 മന്ത്രിമാർക്കും കൃത്യമായിട്ടുള്ള സ്കോറിംഗ് 5 പാരാമീറ്ററുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്കോറിംഗ് ഇടുകയും അവരുടെ ടോട്ടൽ സ്കോർ എന്താണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു റിപ്പോർട്ട് കാർഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കാർഡിൽ ഓരോ വകുപ്പിനെ പറ്റി പറയുന്നുണ്ട്, ആ വകുപ്പിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, മോശം കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 10ലാണ് സ്കോർ. അതിൽ 6-ലധികം സ്കോർ കിട്ടിയിരിക്കുന്ന 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. 21 മന്ത്രിമാരിൽ 10ൽ 6 എങ്കിലും കിട്ടിയിട്ടുള്ള 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ശ്രീ കെ രാധാകൃഷ്ണനാണ്, അദ്ദേഹമാണ് ടോപ്പർ. രണ്ടാമതുള്ളത് താരതമ്യേന പുതുമുഖമായിട്ട് വന്നിരിക്കുന്നത്, അതായത് പുതുതായിട്ട് ഇൻഡക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറാണ്. അപ്പൊ ഈ 2 പേര് മാത്രമാണ്. ഒരുപക്ഷെ ശ്രീ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇവർ ഏത് ഘട്ടത്തിലാണ് ഇത് തയ്യാറാക്കിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നീട് പുതിയ കുറേയധികം പ്രശ്നങ്ങൾ അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ചില പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നീട് ഒരു ചർച്ചയ്ക്കും ചില വിട്ടുവീഴ്ചകൾക്കും ഒക്കെ മന്ത്രി തയ്യാറായി. ഒരുപക്ഷെ അങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്നത് പോലും ഇതിലെ ഒരു ആക്സസിബിലിറ്റി എന്ന് പറയുന്ന അതുമല്ല, അദ്ദേഹം താരതമ്യേന ഈ മന്ത്രിസഭയിൽ പുതിയ ആളായതുകൊണ്ട് മുൻ അദ്ദേഹത്തിന്റെ
പ്രവർത്തനം കൂടി അതിൽ വിലയിരുത്തി വന്നിട്ടുണ്ടാകാം. കാരണം അതിൽ അദ്ദേഹത്തോടുള്ള പ്രതീക്ഷ കൂടി ഉണ്ടാവാം, അതുകൂടി അടങ്ങിയിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം. അതല്ലാതെ അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് വന്നതിന് ശേഷം അത്രയും വലിയ നേട്ടങ്ങൾ എടുത്തു പറയാൻ ഇല്ല. തീർച്ചയായിട്ടും. കാരണം അതിൽ ഈ 5 ഫാക്ടറുകളിൽ ഒന്ന് ഇമേജ് ആൻഡ് ക്രെഡിബിലിറ്റി. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഇമേജ്, ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ക്രെഡിബിലിറ്റി, പ്രൊഫഷ്യൻസി, റെസ്പോൺസീവ്നെസ്, ആക്സസിബിലിറ്റി, അതേപോലെ പ്രൊഫഷണലിസം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി എന്ന രീതിയിൽ അത് സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ 6 മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന 2 ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 5 മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് ഒരു ശരാശരിക്ക് മുകളിൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള കുറച്ച് മന്ത്രിമാരുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ശ്രീ വി ശിവൻകുട്ടി, ശ്രീ MP രാജേഷ്, ശ്രീ P രാജീവ് എന്നീ 3 മന്ത്രിമാരൊഴികെ 5 മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന മറ്റാരും തന്നെ CPM-ന്റെ മന്ത്രിമാരല്ല എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊന്ന് 5 മുകളിൽ കിട്ടിയിരിക്കുന്ന P പ്രസാദ്, അദ്ദേഹം CPI ആണ്. 5.26 കിട്ടിയിരിക്കുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റൊരു പാർട്ടിയാണ്. റോഷി അഗസ്റ്റിൻ മറ്റൊരു പാർട്ടിയാണ്. K കൃഷ്ണൻകുട്ടി മറ്റൊരു പാർട്ടിയാണ്. ബാക്കിയുള്ള മന്ത്രിമാർക്കെല്ലാം തന്നെ 4-ലാണ് കൂടുതലും ആൾക്കാർക്ക്. അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് 4.34, അദ്ദേഹത്തിന്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നതിന് അവര് 2.4 കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇതിപ്പോ ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് ബാധകമല്ലാത്ത ഒരു ഏജൻസി തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതിൽ ആരൊക്കെയാണ് ഇതിന്റെ പാനലിൽ എന്നൊക്കെ തന്നെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യതയുള്ള ആൾക്കാരാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി ആയോഗിന്റെ ഘടകങ്ങളെ പറ്റി പറഞ്ഞു. ആ ഘടകങ്ങളിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാത്ത കുറേയധികം കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത് എന്നതിനെ പറ്റി നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ വളരെ കൃത്യമായിട്ട് അറിയാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ സർക്കാരിന് അവകാശപ്പെട്ടിരിക്കുന്ന ഒരു ഭരണ നേട്ടമാണ്. ഇത് നീതി ആയോഗിന്റെ നേട്ടങ്ങളിലൊന്നും വരുന്ന കാര്യമല്ല. ഈ വെൽഫെയർ പെൻഷനെ പറ്റി പറയുന്ന സമയത്ത് CPM-ന്റെ ആൾക്കാർ താരതമ്യേന എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു, അന്ന് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. 8 വർഷം മുൻപത്തെ ഒരു കണക്കിനെ പറഞ്ഞുകൊണ്ടാണ് അവര് ഇന്നത്തെ കണക്കിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശ്രീ ജയചന്ദ്രനെ പോലെയുള്ള CPM-ന് വേണ്ടി നിൽക്കുന്ന അല്ലാത്ത, അതായത് CPM-ന്റെ വക്താവല്ലാത്ത ഒരാളും ആ ഒരു ന്യായം പറയുക എന്ന് പറയുന്നത് എന്നെ അതിശയിപ്പിച്ചിരിക്കുന്നത് ചെറുതായിട്ടല്ല എന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്ന്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം നേരത്തെ കിറ്റായിരുന്നു. ആൾക്കാർക്ക് കൊടുക്കുന്ന കിറ്റുകൾ അവർക്ക് എങ്ങനെയാണ് ഒരു ദുരിതമുണ്ടായിരുന്ന, ഒരു കെടുതി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർക്ക് ഗുണമായി മാറിയത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കിറ്റൊന്നുമില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ കിറ്റിന്റെ സാഹചര്യം ഒക്കെ മാറിക്കോട്ടെ, പക്ഷേ ആൾക്കാർക്ക് ഈ വിലക്കയറ്റത്തിനെ ഒക്കെ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ വിലയിൽ, താരതമ്യേന കുറഞ്ഞ വിലയിൽ സാധനങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നുള്ള സപ്ലൈകോ സ്റ്റോറുകൾ, ആ സപ്ലൈകോ സ്റ്റോറുകളിൽ മാസങ്ങളോളം കൃത്യമായിട്ട് സാധനങ്ങൾ ഇല്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതും റാക്കുകളെല്ലാം തന്നെ empty ആയിട്ട് കിടക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതിനു ശേഷവും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അതിന് കൃത്യമായ രീതിയിലുള്ള ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനം എല്ലായ്പ്പോഴും CPM അവരുടെ പാർട്ടി ചാനൽ വഴിയാണെങ്കിലും പാർട്ടി പത്രം വഴിയാണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള പെരും നുണ. ആ കണക്കിലേക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പണ്ടുണ്ടായിരുന്ന ഒരു ധനകാര്യ കമ്മീഷൻ എത്രയാണോ കൊടുക്കാമെന്ന് പറഞ്ഞത് 10ാം കമ്മീഷൻ, അതിന്റെ ഒരു പ്രൊജക്ഷനാണ് 15ാം കമ്മീഷന്റെ കാലത്ത് ഇവർ പറഞ്ഞുകൊണ്ട് ഈ 57,000 കോടി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ആ അവകാശവാദം ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിജയം കൈവരിച്ചു എന്ന രീതിയിലേക്ക് കൂടി ആയിട്ടുണ്ട്. അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത് വിജയമായി, സംസ്ഥാന സർക്കാരിന്റെ വിജയമായാണ് കാണുന്നത്. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാരണം ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടി എന്ന രീതിയിലുള്ള ഒരു അവകാശവാദം നടത്താൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഭിന്നമായിട്ട് എന്ത് സംഭവിക്കുവാനാണ്? കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയത് തന്നെ ഈ സാമ്പത്തിക വർഷവും കിട്ടുകയുള്ളൂ. അത് ഈ വായ്പാ പരിധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിലവിലെ കടത്തിന് പുറമെ, നിലവിൽ കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശികകൾക്ക് പുറമെ അതിൻ്റെ മേൽ വീണ്ടും ഭാരം വരികയാണ്. അപ്പോൾ 3ാം വർഷത്തേക്കാൾ കൂടുതൽ പ്രശ്നമായി വരികയില്ലേ 4ാം വർഷം? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കാരണം ഇവിടെ
സുപ്രീം കോടതി ഇടപെട്ടു, ശാസിച്ചു, കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവഹാര നടപടി കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നെ, നിയമ വെബ്സൈറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം. കേന്ദ്ര സർക്കാർ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് ഇത്ര തുകയാണ്, അത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ എടുക്കാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് ഇത്രയാണ് എന്ന് പറയുമ്പോൾ ആ തുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ 57,000 കോടി എന്ന ഒരു കണക്ക് കേരളം അവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന കണക്കാണ് ഈ 57,000 കോടി. അല്ലാതെ സുപ്രീം കോടതിയിൽ ചെന്നതിന് ശേഷം 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു ഡെവല്യൂഷൻ സ്കീമിൽ ഞങ്ങൾക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ നിശ്ചയിച്ചിരിക്കുന്ന തുക അനുസരിച്ചിട്ട് 57,000 കോടി കിട്ടണം എന്ന് ആരെങ്കിലും പറയുമോ? അതാരും തന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനോടൊപ്പം തന്നെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളീയം അല്ലെങ്കിൽ ലോക കേരള സഭ, ഇനി അതുമല്ലാതെ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേന നടത്തിയിരുന്ന പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ കൂടി നമ്മുടെ സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും മേലധികാരിയായി നിൽക്കുന്ന മന്ത്രിമാരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ എക്സ്പോസ്ഡ് ആയി പോയി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും കണ്ടതാണ്, ജനാധിപത്യപരമായിട്ട് ഒരാൾക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് കോടതികൾ പോലും അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു രാജ്യത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു ജനാധിപത്യ പ്രതിഷേധം സമാധാനപരമായിട്ട് നടത്തിയിരുന്ന ഒരാളിനെ പാർട്ടി പ്രവർത്തകരും അനുയായികളും എല്ലാവരും കൂടി തല്ലിക്കൂട്ടുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുകയും രക്ഷാപ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് അതിന് ആ വാക്കിനൊരു പുതിയ അർത്ഥം മലയാള ഭാഷാ നിഘണ്ടുവിലേക്ക് സംഭാവന ചെയ്യുക കൂടി ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിഴിഞ്ഞം പോർട്ട് അതല്ല എങ്കിൽ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കുന്നു എന്നീ പറയുന്നതിനപ്പുറത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരയിൽ എത്ര അശാസ്ത്രീയമായിട്ടാണ്, എത്രത്തോളം ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ മനസ്സിലാക്കാതെയാണ് സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ പ്രോഗ്രസ് എവിടെയാണ്? ഏറ്റവും കൊട്ടിഘോഷിച്ചിരുന്ന ഒന്നാണ് കെ ഫോൺ. ആ കെ ഫോൺ ഇപ്പോൾ എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല. AI ക്യാമറ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന AI ക്യാമറ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് നോട്ടീസ് അയക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പോലും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈഫ് പദ്ധതി ഒന്നാം പിണറായി സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ആ പ്രോജക്റ്റ് ഏത് രീതിയിലത്തേക്ക് പുരോഗമിക്കുന്നു? ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യം, അതിൽ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടെ മന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് ഓരോ ദിവസവും ഉണ്ടാകുന്ന പുതിയ പുതിയ ഇൻസിഡന്റുകൾ നമ്മളെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടായിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. അത് കൂടാതെയാണ് അഴിമതി. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള, ഡോളർ കടത്ത് പോലെയുള്ള കുറേയധികം അഴിമതികൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷണം നടക്കുകയാണ് എന്ന് പറയാമായിരുന്നു. നേരെ മറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലം കൈപ്പറ്റി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യത്തിൽ 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ കുറ്റക്കാരാണ്, അഥവാ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ അതിലും വിവാദങ്ങൾക്കും അന്വേഷണങ്ങൾക്കും അപ്പുറം എവിടെയും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിട്ടില്ല. ആ രീതിയിലുള്ള വാദമുണ്ട്. അത് ശരിയുമാണല്ലോ. കാരണം ആരിലേക്കും അന്വേഷണം ചെന്നെത്തിയിട്ടില്ല, ആരും അറസ്റ്റിലായിട്ടില്ല. അതുകൊണ്ട് വിവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന രീതിയിൽ അതിന് മറുപടി പറയുവാൻ പറ്റും. അത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിലുമുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന അതിലുമുണ്ട്, ആ വാദങ്ങളിലുമുണ്ട്. ശ്രീ മഞ്ജുഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ കേരളത്തിലെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തുന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നത് അതിൽ CMRലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു, അവരുടെ മൊഴിയെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ നമുക്ക് അതിനെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല, ആ ഒരു സമയത്ത് ശക്തി ആർജിച്ചു, പിന്നീട് ഉണ്ടായില്ല ശ്രീ പണിക്കർ. അതിപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. ഐസക്കിന്റെ കാര്യത്തിൽ കേട്ടില്ല. ഐസക്കിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതുപോലെ ഈ മാസപ്പടിയുടെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരു അന്വേഷണവും വേഗം കൂട്ടലുമേ ഉണ്ടായുള്ളൂ, അതിനുശേഷം വന്നില്ല. അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അതിന് വേഗം കൂടി എന്ന് ഞാൻ കരുതുന്നില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വീറ്റ് പേസിൽ തന്നെയാണ് ആദ്യം മുതൽ തന്നെ പോകുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടമാകുന്ന സമയത്ത് പോലും അവർ CMRലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് പോലും. ഇപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു സർക്കാരിനെ വിലയിരുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയെ വിലയിരുത്തുന്ന സമയത്ത് വിമർശനങ്ങളോട് വളരെ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന കാര്യമാണെങ്കിലും അതിനെ തുടർന്നുണ്ടായിരുന്ന ന്യായീകരണങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു മാധ്യമവുമായി ഒരു അഭിമുഖം നൽകുന്ന സമയത്ത് ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ട്. ഈ സ്വയം വിമർശനം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വയം വിമർശനം ഏതെങ്കിലും വിഷയത്തിൽ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ടോ എന്ന രീതിയിലത്തേക്ക് ക്ഷുഭിതനാകുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് ക്ഷുഭിതനാകുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ നമുക്ക് ആർക്കും തന്നെ വിമർശിക്കാനോ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാനോ ചൂണ്ടിക്കാണിക്കാനോ കഴിയാത്ത രീതിയിലത്തേക്കുള്ള അസഹിഷ്ണുത ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് വളരെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ. ഇപ്പോഴത്തെ അവരുടെ പ്രതിച്ഛായ അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കോവിഡും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, പ്രളയത്തിന് ശേഷമൊക്കെ തന്നെ മുഖ്യമന്ത്രി ആൾക്കാരോട് ഇടപെടുന്ന സമയത്ത് അതിന് കരുതൽ എന്നായിരുന്നു പേര് എങ്കിൽ ഇന്ന് അതിന് അസഹിഷ്ണുത എന്ന രീതിയിലത്തേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മഞ്ജുഷ്. ശരി, ശ്രീ M. ജയചന്ദ്രൻ, അപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമല്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് മാത്രമല്ല മറ്റു കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയുടെ കാര്യം മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോഗ്യമന്ത്രിക്ക് പോലും ഈ വകുപ്പിൽ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും തെറ്റായ വാർത്തകളുമല്ല ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഓരോരോ മേഖലകൾ എണ്ണി എണ്ണി പറയുവാൻ കഴിയും. ഇവിടെ ഈ ധൂർത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയ്ക്ക് വീണ്ടും പണം അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല. അതെ, ഞാൻ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളായിരുന്നു. ഈ അത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക മാത്രമല്ല, സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നില്ല എന്നുള്ള ഈ ന്യായീകരണമൊന്നും ഞാൻ മുമ്പോട്ട് വെച്ചിട്ടില്ലല്ലോ മഞ്ജുഷേ. അതല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ, പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ പരിമിതികൾ ഈ സാമ്പത്തിക വർഷവും ഉണ്ടാകും. ശ്രീ M. ജയചന്ദ്രൻ, ഈ പരിമിതികളിൽ ഒരു 90% ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഇനി എങ്ങനെ കിട്ടാനാണ്? കാരണം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചുള്ള പണമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ കേരളത്തിൽ തികയുകയില്ല. അല്ല, സുപ്രീം കോടതിയിൽ പോയിട്ട് അധിക നേട്ടമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് ഈ ഹർജികൾ വന്നു എന്നത് മാലല്ലോ. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. അതാ താങ്കൾക്കത് അറിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൻ്റെ ഈ ഡിസംബർ 14 സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരാവശ്യമായി കേരളം സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുന്നത് കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം യൂണിയൻ ഗവൺമെൻറ്റിനില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കണം, വ്യാഖ്യാനിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. 3% കടമെടുപ്പ് പരിധി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് 2003 നിശ്ചയിക്കപ്പെട്ടത്. അത് നമുക്കിപ്പോൾ അത് 1.98 വരെ ആയി കുറഞ്ഞിട്ടുണ്ട്. അത് 3.5 ആക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. വേണ്ട, 3% ആക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നുണ്ട്. ആ വാദഗതിയിലാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പ്രശ്നം അടക്കം അതിനകത്ത് വരുന്നുള്ളതുകൊണ്ടാണ് ആ വിഷയം കുറച്ചുകൂടെ ലാർജർ ബെഞ്ചിലേക്ക് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ തന്നെ. അതപ്പോൾ വലിയൊരു വിഷയമാണ്, ചെറിയ വിഷയമായിട്ടല്ല വരുന്നത്. അല്ല, ഞാൻ അതല്ല പറഞ്ഞത് ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ അതല്ല പറഞ്ഞത്. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം കേരളത്തിന് പുതുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. ആ നിലവിലുള്ള ഇപ്പോൾ ഈ കടമെടുപ്പിന്റെ പരിധിയിൽ കിഫ്ബിയും ഉൾപ്പെടും. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പെൻഷൻ സ്കീമും പെൻഷൻ കമ്പനിയും ഉൾപ്പെടും. അത്തരം ചില കാര്യങ്ങൾ പൈപ്പ് ലൈനിലുണ്ട്. അത് താങ്കൾ തന്നെ ആദ്യം ശരിയായി നിരീക്ഷിച്ചതുപോലെ ഇപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ പരിധിയിലുമാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുക, അതിനെന്തൊക്കെയാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗങ്ങൾ, ഇതൊക്കെ മുമ്പിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ചെറിയ തോതിലാണെങ്കിലും. അപ്പോൾ അത് എങ്ങനെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതിന് ചില സൂചനകൾ ബാലഗോപാൽ പറയുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ചുരുക്കി പറയാവുന്നത്, വിശദീകരിക്കാതെ പറയാവുന്നത്, തനത് വരുമാനം ഇനിയും കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക എന്നുള്ളിടത്ത് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ധനമന്ത്രി.
അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പിന്നെ കാർഡ്, പ്രോഗ്രസ് കാർഡ് അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനാൽ തന്നെ അവരുടെ ഒരു സ്കോർ കാർഡാണ് ഈ മന്ത്രിസഭയുടെ മാർക്കിൻ്റെ ബേസ് എന്നുള്ള നിലപാടിനോട്, ശ്രീജിത്തിൻ്റെ ആ നിലപാടിനോട് എനിക്ക് ഏതായാലും യോജിപ്പില്ല. അദ്ദേഹത്തിനത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം പറഞ്ഞോട്ടെ, ഞാനത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് വിയോജിപ്പാണ് ഉള്ളത്. പിന്നെ മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് ഉദാഹരണം ഒന്നാമത് പറഞ്ഞത്, പിന്നെ ധനമന്ത്രിയുടെ പെർഫോമൻസ്, അങ്ങനെ ഓരോരുത്തരും എടുത്തെടുത്ത് പറയാൻ ഓരോരുത്തരുടെയും ഉണ്ട്. പക്ഷെ അത് പറയാനുള്ള വേദിയല്ലല്ലോ ഇപ്പോഴേതായാലും ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ അവർ ആ ദിനപത്രം, ആ ന്യൂസ് പേപ്പർ അത്തരത്തിലുള്ള പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ടായിരിക്കും. എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെയാണ് അവർ നിയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ശ്രീജിത്ത് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ ശരി. പക്ഷേ ആ പ്രോഗ്രസ് കാർഡ് പിന്നെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ പ്രോഗ്രസ് കാർഡിനെ വിമർശിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നെപ്പോലുള്ളവർക്കും ഉണ്ട്. ഞാനത് ഇവിടെ പിന്നെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്: ഈ പ്രതിസന്ധികൾക്കിടയിലും പരിമിതികൾക്കിടയിലും പിന്നെ വീഴ്ചകളേ ഉണ്ടായിട്ടില്ല എന്നല്ല, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളിൽ നിന്ന് തനത് വരുമാനം കൊണ്ട് കരകയറാനുള്ള പിന്നെ ഒരു ഗിമ്മിക്കല്ല, ചെപ്പടി വിധിയൊന്നുമല്ല ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് ചെയ്തതും ചെയ്തു പോരുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും. അതിലാണ് പിന്നെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരാശ്വാസം എന്നെ സംബന്ധിച്ചോളം ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നില്ല. പക്ഷേ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 36 മാസത്തെ പ്രവർത്തന ചരിത്രത്തിൽ ഈ പറയുന്ന ഇപ്പോൾ 5 മാസമാണ് കൊടുക്കാൻ കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. ഈ പിന്നെ ബാക്കിയുള്ളത് 31 മാസത്തെയോ അത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പിന്നെ അത് അംഗീകരിക്കണ്ട. പക്ഷെ പറഞ്ഞു പോവുകയെങ്കിലും വേണ്ടേ? അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു പോവുകയെങ്കിലും വേണ്ടേ? അതല്ലേ അതിനൊരു മറ്റൊരു കാര്യമുണ്ട്. കാരണം ഈ കാലം അത്രയും വിമർശിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനെയാണ്. ഈ കാലം അത്രയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത് തീർക്കാത്ത കുടിശ്ശികയെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു. നിങ്ങൾ മേനി നടിച്ചിരുന്നത് അതായിരുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് ചർച്ച വരും. അല്ല, അങ്ങനെയല്ല. ചർച്ച ചെയ്യുന്നതിൻ്റെ ആ ഉള്ളടക്കത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അവതരണം എന്നുള്ളിടത്താണ് പ്രാധാന്യം മഞ്ജുഷേ. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ 5 മാസമാണോ 10 മാസമാണോ കുടിശ്ശികയായിരുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ അതിനോട് വിയോജിക്കില്ല. അത്തരത്തിലുള്ള വിമർശനം അനിവാര്യമാണ് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അങ്ങനെയല്ലല്ലോ. പിന്നെ മാസങ്ങളോളം, പിന്നീട് ഏതാണ്ട് 1/2 വർഷത്തോളം, പിന്നീട് 1 വർഷത്തോളം, പിന്നെ 15 മാസത്തോളം അത്രയും തവണ കുടിശ്ശിക വരുത്തിയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരത്രയും വരുത്തിയ കുടിശ്ശികയാണ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ആദ്യം തന്നെ പരിഹരിക്കാൻ തീരുമാനിച്ചതും പരിഹരിച്ചതും. ആ ഓണത്തിന് പരിഹരിച്ചത് ഒരാൾക്ക്, ഒരു പെൻഷൻകാരന് കിട്ടിയത് 25,000 രൂപയായിരുന്നു. 15,000 മുതൽ 25,000 രൂപ വരെ അന്ന് കിട്ടി കുടിശ്ശികയുടെ കണക്കനുസരിച്ച്. അതങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അത് പിന്നെ ഈ 5 മാസത്തെ കുടിശ്ശികയുടെ കാര്യം പറയരുതെന്നല്ലോ പറയുന്നത്. പക്ഷേ അന്നത്തെ ഈ 15 മാസവും ചിലർക്ക് 18 മാസം വരെയും കുടിശ്ശിക കിടന്നത് പറയാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് വലിയതായതുകൊണ്ട് ഇത് ചെറുതായതുകൊണ്ടും രണ്ടും ഒരേ ഗണത്തിലാണല്ലോ പെടുന്നത്. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. രണ്ടും ഒരേ ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. 15 മാസം കുടിശ്ശിക കിടന്നു, 5 മാസം കുടിശ്ശിക കിടന്നു. ഇന്നെഫക്റ്റ് അത് കിട്ടേണ്ടവർക്ക്, അതിനെ കാത്തിരിക്കുന്നവർക്ക് അത് ദുരിതം തന്നെയാണ് സമ്മാനിക്കുന്നത്. അതിലൊന്നും എനിക്ക് തർക്കവുമില്ല. പക്ഷേ താങ്കളിപ്പോൾ ചോദിച്ചല്ലോ, അന്ന് കുടിശ്ശിക കിടക്കുന്നതിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നവർ എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയാനിടയായത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ, ഈ കുടിശ്ശികയുടെ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ അവർ തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലും ഇന്നത്തെ പിന്നെ ദേശാഭിമാനി ലേഖനത്തിലും അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു അവകാശവാദമായിട്ടല്ല, പറയുന്നുണ്ടത്. അപ്പോൾ അത് പരിഹരിക്കണമല്ലോ, സ്വാഭാവികമായിട്ടും പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് മാത്രമല്ല, ആ പെൻഷൻ പടിപടിയായി ഉയർത്തി 2,500 എത്തിക്കാനാണ് തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് കേരളത്തിനെ. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയും വേണം. ഈ 5 മാസത്തെ കുടിശ്ശിക തീർക്കുകയും ക്രമേണ പെൻഷൻ വർദ്ധിപ്പിച്ച് എത്തിക്കുകയും വേണം. ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പിന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപകമായ വിവാദം നടന്നൊരു പ്രദേശമാണല്ലോ കേരളം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരിയുടെ 38% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ കൃഷിക്കാർക്ക് കിട്ടേണ്ട പൈസ. പക്ഷെ അതിൻ്റെ അവസാനം പ്രശ്നം എവിടെയാണ് വന്നത്? ആരാണ് ഈ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ പിന്നീട് അവസാനം VK ബേബി കമ്മിറ്റി അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഈയിടെ ഒരു മലയാള ദിനപത്രത്തിൽ എഡിറ്റ് പേജിൽ അച്ചടിച്ച് വരികയും ചെയ്തിരുന്നല്ലോ. ബേബി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്.
അതടക്കമുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഏതായാലും തൽക്കാലം ഇല്ലാതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും വരുന്നുണ്ട്, അത് പറയുന്നുമുണ്ട്. പക്ഷേ ഈ അന്ധമായ വിമർശനം ഈ പറയുന്ന പോലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചു, രണ്ടാം പിണറായി സർക്കാർ അതുപോലും ഇല്ലാതെ തീർത്തും ജനവിരുദ്ധമായ നടപടികളുമായി അവരുടെ ധൂർത്തുമായി മുമ്പോട്ട് പോവുകയാണ് എന്ന് വിമർശിക്കാനുള്ളവർക്ക് അങ്ങനെ വിമർശിക്കാൻ, കൈയടിച്ച് പാസ്സാക്കാനുള്ളവർക്ക് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോരായ്മകൾ, അത് ഈ സാമ്പത്തിക സ്ഥിതിയിലടക്കം അത് പരിഹരിച്ച് 2016 മുതൽ വരികയാണ്. അപ്പോൾ ഈ 2021 ഒന്നാമത്തെ പിണറായി സർക്കാരിന്റെ ഭരണം അവസാനിച്ചെങ്കിലും ആ തുടർ ഭരണത്തോടെ അത് തന്നെയാണല്ലോ. ഇപ്പോൾ ആകെ നോക്കുകയാണെങ്കിൽ 8 വർഷമെന്നിപ്പോൾ പറയാം. അപ്പോൾ ആ ഭരണ തുടർച്ച കൂടി അതിൽ കണക്കിലെടുത്ത് വരുമ്പോൾ ഇതെല്ലാം, ഈ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം മറികടന്ന് വരുമ്പോൾ, ഒരു ഘട്ടത്തിൽ വരുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാകുന്നു. അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാടടച്ചുള്ള വിമർശനം വേണ്ട എന്നാണ് ശ്രീ ജയചന്ദ്രന്റെ വാക്കുകൾ. ശ്രീ പണിക്കർ, വർഷം മുൻപ് ഭരിച്ചിരുന്ന ഒരു സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള തെറ്റായ നയങ്ങളെ ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് തനത് വരുമാനം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ കടമെല്ലാം തന്നെ വീട്ടിയത്, അല്ലെങ്കിൽ ഈ പെൻഡിങ് ആയിരുന്ന കുടിശ്ശിക പണമെല്ലാം തന്നെ വീട്ടിയത് എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള തനത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തോ, പുതിയ ടാക്സ് സ്കീമിൽ കാര്യമായ രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കിയ പുരോഗതിയെല്ലാം ഏതാണ്ട് അടുത്ത കാലത്ത് മാത്രമാണ്. പിന്നീട് ഓഫ് ബജറ്റ് ബോറോയിങ്ങിലേക്ക് പോയോ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് അധികമായിട്ട് കടമെടുപ്പ് നടത്തി അത് എക്സോസ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ, പുതിയ തനത് വരുമാന മാർഗങ്ങൾ കണ്ടുപിടിക്കാത്തത് കൊണ്ടല്ലേ, കൃത്യമായ രീതിയിൽ ടാക്സ് കളക്ഷൻ ആദ്യം മുതൽ തന്നെ ശരിയാക്കി നടക്കാത്തത് കൊണ്ടല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. ഇനി ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കടമെടുത്ത് പഴയ സർക്കാരിന്റെ കുടിശ്ശിക എല്ലാം തന്നെ ഞങ്ങൾ വീട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത ഇതൊരു പക്ഷേ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു TV ചാനലിൽ പുതിയൊരു അവതാരകൻ, പുതിയ പാനലിസ്റ്റ് അവർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അന്നേരം വരുന്ന ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ പറയുന്നത് പണ്ട് പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിരുന്ന ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രോബ്ലം ഓൺ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണ് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അത് പറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും 8 വർഷം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കുറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൊടുത്തിരുന്നത് 600 രൂപയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പല കാര്യങ്ങളും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണ്. പിന്നെ ഇതൊക്കെ തന്നെ ആരുടെ പ്രഖ്യാപനമാണ്? നാട്ടുകാരെങ്കിലും പറഞ്ഞു നിങ്ങൾ ക്ഷേമ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ച് 1600 രൂപ കൊടുക്കണം എന്ന് നാട്ടുകാർ പറഞ്ഞതാണോ? ഇല്ല, ഇത് CPM പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളാണ് ആൾക്കാരുടെ മുന്നിൽ വാഗ്ദാനം വെച്ചത്, ഞങ്ങൾ ഇത് വർദ്ധിപ്പിക്കും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു വെൽഫെയർ സ്കീമിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനു വേണ്ടുന്ന ധനാഗമ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടതും കണ്ടെത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ മറ്റവർ 600 അല്ലേ കൊടുത്തുള്ളൂ, ഞങ്ങൾ 1600 കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഇതെല്ലാം കേന്ദ്രം തരട്ടെ എന്ന രീതിയിലത്തേക്ക് നിങ്ങൾ ഈ ഡെവല്യൂഷൻ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള പണത്തിനെ മാത്രമാണോ ഒറ്റ ഒരു സോഴ്സായിട്ട് നിങ്ങൾ ഇതിൽ കരുതിയത് എന്ന ചോദ്യത്തിന് ഇവിടെ മറുപടിയില്ല. ഇനി 2, പുതിയ ധനാഗമ മാർഗങ്ങൾ. ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ പുതിയ ധനാഗമ മാർഗമായിട്ട് കണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? നിലവിലുണ്ടായിരുന്ന ടാക്സ് ആൾക്കാരെ ഓവർ ബർഡൻ ചെയ്യുകയും ഓവർ ടാക്സ് ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്ത് പുതിയ ധനാഗമ മാർഗമാണ് ഇവിടെ കൊണ്ടുവന്നത്? അങ്ങനെയൊന്നും പറയാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തൊഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടോ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ സംസ്ഥാന സർക്കാരിന്റെ ഭാവനാപൂർണ്ണമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പോലും ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആൾക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ AI ക്യാമറ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ AI ക്യാമറ കൊണ്ടുവരുന്നതിൽ തന്നെ കുറേയധികം അഴിമതി ആരോപണം ഉണ്ടാകുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ പ്രശ്നമുണ്ടാകുന്നു, അതിനുള്ള പേ ഔട്ട് കറക്റ്റ് അല്ലാതെയാകുന്നു, ആ പദ്ധതി തന്നെ ഏതാണ്ട് നിലച്ചതുപോലെ നിൽക്കുകയാണ്. അവിടെ ആൾക്കാർക്ക് ഇത് അയക്കാനില്ല, പിന്നെ കോൺട്രാക്ട് കൃത്യമായിട്ടല്ല, അതിനുള്ള പണം ഓരോ മാസവും ഉള്ള പേ ഔട്ട് കറക്റ്റ് അല്ല എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം വരുന്നു. അപ്പൊ ഇത് ഒരു പ്രോജക്റ്റ് ഫൈനാൻഷ്യലി അത് വയബിൾ ആണോ എന്ന് നോക്കാതെ അത് ഡിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അതിനുണ്ടായിരുന്ന ഇൻഹറന്റ് പ്രോബ്ലംസ് എന്താണോ അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. K-Phone എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇപ്പൊ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് റോക്കറ്റ് സയൻസ് അല്ല. നിരവധി ആൾക്കാർ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ പദ്ധതി പോലും കൃത്യമായിട്ട് K-Phone എന്ന് പറയുന്നത് സർക്കാരിന്റെ ആദ്യത്തെ പ്രോമിസ് അനുസരിച്ചിട്ട് കൊടുക്കാനുള്ള പരിപാടി പോലും ഇതുവരെ ആയിട്ടില്ല. ഇത്രയും കാലമായതിനു ശേഷം അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധനാഗമ മാർഗങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വിഷയം.
രണ്ട്, ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ്. നോക്കൂ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് ആധികാരികമാണ്, സമഗ്രമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അതിന് ഞാൻ നൽകുന്ന ക്രെഡിബിലിറ്റി അതിൽ അവർ എടുത്തിരിക്കുന്ന 5 പാനലിസ്റ്റുകളുടെ മിക്സാണ്. ആ 5 പാനലിസ്റ്റുകൾക്ക് സമൂഹത്തിലുള്ള സ്വീകാര്യതയാണ്, അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് നേച്ചറാണ്. അങ്ങനെയുള്ള നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ പാരാമീറ്ററിനെയും നോക്കുകയും ഗുണങ്ങൾ എവിടെയാണ്, ദോഷങ്ങൾ എവിടെയാണ് എന്നവരത് പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ദോഷം മാത്രം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമല്ല. ഇനി അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി നമ്മൾ നൽകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കഴിഞ്ഞ വർഷം ഇതേപോലെ 2023 മന്ത്രിമാരെ റേറ്റ് ചെയ്തിരിക്കുന്ന സ്കോറും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അന്നും അവർക്ക് അങ്ങനെയാണെങ്കിൽ സർക്കാരിനോട് എന്തെങ്കിലും ഒരു വിമുഖത ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെയല്ല. 8 പേർക്ക് അന്ന് 6-ലധികം സ്കോർ ഉണ്ടായിരുന്നു. 8 മന്ത്രിമാർക്ക് 2023 റേറ്റിംഗിൽ 10-ൽ 6-ലധികം സ്കോർ ഉണ്ടായിരുന്നു. ഇന്ന് 2 പേർക്കാണ് ഉള്ളത്. അപ്പൊ ആ 8 പേരിൽ 6 പേരുടെ സ്കോർ അവിടെ കുറഞ്ഞിരിക്കുന്നു. 11 പേർക്ക് 5-ലധികം സ്കോർ ഉണ്ടായിരുന്നു. അതായത് 5-ലധികം, പകുതിയിലധികം, പാസ് മാർക്കിലധികം കിട്ടാവുന്ന 11 മന്ത്രിമാരിൽ ആ 11 പേര് ഇപ്പൊ 4-ന് അല്ലെ 5-ന് താഴേക്ക് വന്നിരിക്കുന്നു. 4 പോയിന്റ് ആണ് അവരുടെ സ്കോർ വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അജണ്ട ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല, അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീ പിണറായി വിജയന്റെ സ്കോറിനോട് ശ്രീ ജയചന്ദ്രൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് അതിനെപ്പറ്റി ഈ റിപ്പോർട്ടിനോട് യോജിക്കാൻ എനിക്കുള്ള സ്വാതന്ത്ര്യത്തിനെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിനെ തിരസ്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുകയാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മന്ത്രിമാരെല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി, ഒരാളിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനുള്ള സൗകര്യം എന്ന് പറയുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള സ്കോർ 10-ൽ 2.4 ആണ്. അതിലെന്താ അതിശയം? ആർക്കാണ് അതിൽ തർക്കമുള്ളത്? അത് 2.4 എന്ന് പറയുന്നത് പോലും കൂടുതലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷേ പാർട്ടി നേതാക്കന്മാർക്ക് അദ്ദേഹത്തിലേക്കുള്ള ആക്സസിബിലിറ്റി ആയിരിക്കാം. അദ്ദേഹത്തിന്റെ ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലയുമായിട്ട് താങ്കൾ യോജിക്കുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല താങ്കൾ തന്നെ അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരുന്ന കാര്യം. താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഇവിടുത്തെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായിട്ടുള്ള ചില ആൾക്കാർ അകാരണമായിട്ട് ഒരു യുവാവിനെ മർദ്ദിക്കുന്നു. അതിന്റെ വിഷ്വൽസ് ഡോക്ടേർഡ് വീഡിയോസ് അല്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടിരിക്കുന്ന വിഷ്വൽസ്. ആ വിഷ്വൽസ് ഈ കേരളമാകെ, ലോകമാകെ ആൾക്കാർ കണ്ടതിന് ശേഷവും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മന്ത്രി വന്നിട്ട് പറയുകയാണ്, ഇത് രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന് പറയുകയാണ്. എന്ത് ലോ ആൻഡ് ഓർഡർ ആണത്? ഏത് തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ആണ്? അത് തന്നെയുമല്ല, ഒരു വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഇതാണ് ശരിയായ മാർഗമെന്നും അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുകയാണ്. പിന്നെ തന്നെയല്ല, ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ പങ്കെടുത്തിരിക്കുന്ന പോലീസ് അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം വേണമെങ്കിൽ നമുക്ക് പറയാം, ഇന്നടത്തൊരു SI അല്ലെങ്കിൽ ഒരു SHO, ഒരു CI, ഒരു SP ഇവർ മോശമായി പെരുമാറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായിട്ട് പറയാമോ എന്ന് വേണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കാം. പക്ഷേ അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇവിടെയുള്ള ആൾക്കാരും മാധ്യമങ്ങളും CPM-ൽ തന്നെ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് തോൽപ്പിച്ച സർക്കാരിന്റെ ഒരു നയമുണ്ടായിരുന്നു. താങ്കൾ ഓർക്കുന്നുണ്ടാകും. 118A എന്ന് പറഞ്ഞിട്ട് പോലീസ് ആക്ടിൽ കൊണ്ടുവന്നിരുന്ന ഒരു നിയമം. ആ നിയമം എന്ന് പറയുന്നത് പോലീസ് ആക്ടിലേക്ക് ആ ഒരു ക്ലോസിനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസിന്റെ അഴിഞ്ഞാട്ടം ഉണ്ടാകുമായിരുന്നു. ഒരാളിന് പരാതിയില്ലാതെ മറ്റാർക്കെങ്കിലും ഒരാൾ വേറൊരാളെ പറ്റി നടത്തുന്ന പരാമർശത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർ പറയുന്നതിന്റെ പേരിൽ കേസ് എടുക്കുന്നതിനും അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും, ഇനി അതുമല്ല എങ്കിൽ ആരും പരാതി കൊടുത്തിട്ടില്ല എങ്കിൽ പോലീസിന് സ്വയം കേസ് എടുത്തിട്ട് ആളെ അറസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റാണ്. അത് കൊണ്ടുവന്നിട്ട് അത് തള്ളിപ്പോയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ പ്രതിപക്ഷത്തിനേക്കാൾ മുകളിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും CPM-ൽ തന്നെയുള്ള ആൾക്കാരും ഇടത് ചിന്തകരും ഒക്കെ തന്നെ അതിനെ വിമർശിച്ചതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വകുപ്പിനെ എങ്ങനെയൊക്കെ കുളമാക്കാമോ ആ രീതിയിലെല്ലാം കുളമാക്കുന്നതിന് ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ കമന്റുകൾ പോലും, മുഖ്യമന്ത്രിയുടെ ഓരോരോ പ്രസ്താവനകൾ, അതും ഈ സർക്കാരിന്റെ ആ ഒരു മോശപ്പെട്ട പ്രതിച്ഛായയിലേക്ക് സർക്കാരിനെ തള്ളിവിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ള പ്രയോഗം, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള സ്ഥിരം പരാമർശങ്ങൾ, അങ്ങനെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ വരികയാണ്. സംഭവ പരമ്പരകൾ തന്നെ വരികയാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ വരുമ്പോൾ ഈ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. ഇപ്പോൾ താങ്കൾ പക്ഷേ അതിനെ വിമർശനാത്മകമായി തന്നെ സമീപിച്ചു, നല്ല കാര്യം. എന്നോടാണോ? അതെ.
അല്ല ഞാനത് ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് പിന്നെ ഒരു പെട്ടെന്ന് പോകേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട്. അറിയുമല്ലോ, താങ്കൾക്കറിയാമല്ലോ. പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞേക്കാം, കഴിയുന്നത്ര ചുരുക്കി എനിക്ക് പെട്ടെന്ന് പറയണമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ 2020-21 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 44,000 കോടി രൂപയായിരുന്നു. അത് പിന്നെ 23-24 77,000 കോടി രൂപയായി 60% വർധനവ് വരുത്തുന്ന നിലയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ 2023 റേറ്റ് കാർഡ് എന്തായിരുന്നു, ഇതേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തന്നെയാണ്. അന്ന് ആരെങ്കിലും വിമർശനത്തിൻ്റെ ഈ രീതിയിലുള്ള ടോൺ കുറച്ചിരുന്നു? ഏതെങ്കിലും തരത്തിലൊന്ന് വ്യത്യാസപ്പെടുത്തി പിണറായി വിജയൻ്റെ പെർഫോമൻസ്, മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ പെർഫോമൻസ് കൊള്ളാം എന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോൾ വരുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഹാർഷായിട്ടുള്ള വിമർശനം എന്നുള്ളതിൽ കഴിഞ്ഞ് മാറ്റമൊന്നുമില്ലല്ലോ. അതിരിക്കട്ടെ, ഞാൻ അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ നിരന്തരം പറയുന്ന രക്ഷാപ്രവർത്തനം, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അന്നും പിന്നീടും പറഞ്ഞിട്ടുണ്ടല്ലോ, പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കണ്ണൂർ കൂത്തുപുറം ഇവിടെ കല്യാശ്ശേരിയിലാണ്. അവിടെ കല്യാശ്ശേരിയിൽ ഈ പിന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ, LDF അനുഭാവികൾ, പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ റോഡിൻ്റെ ഇരുവശവും ഈ ബസ് വരുമ്പോൾ തടിച്ചുകൂടി നിൽക്കുന്ന അനുഭവമാണല്ലോ ഉള്ളത്. അപ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം വരുന്നത്. പക്ഷെ ആരും ഈ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ ഒരാൾ പോലും വിരലുകൊണ്ടൊന്നും ഞോണ്ടുന്ന പോലുമില്ല ഈ അവിടെ നിൽക്കുന്ന ഈ ഒരു ജനങ്ങളും. എന്നിട്ടാണ് ആ സമയത്താണ് ഇവർ എടുത്ത് ചാടുന്നത് ബസ്സിലേക്ക്, കരിങ്കുടിയായിട്ട് ബസ്സിൻ്റെ മുമ്പിലേക്ക്. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞ കുറേ പേര് സേവ് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവരതിൻ്റെ മുമ്പിൽ പെടുമായിരുന്നു. എന്താണ് അപകടം സംഭവിക്കാനുള്ളത് നമുക്കറിഞ്ഞുകൂടല്ലോ. പിന്നെ അപകടം ഉണ്ടാവാതിരിക്കാം. അതിനെയാണ് താങ്കൾ ഇപ്പോഴും അത് ന്യായീകരിക്കുന്നത് അത്ഭുതകരമാണ്. ആ സമയത്ത് ശരിയാണ്, നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ന്യായീകരിച്ചോളൂ. കാരണം പക്ഷെ അത് മുഖ്യമന്ത്രി പറഞ്ഞു ന്യായീകരിക്കുന്നതാണോ? കഴിഞ്ഞിട്ട് പോലും മനുഷ്യ പറയാൻ പാടില്ല. ഞാൻ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. എന്താ അല്ല ഞാൻ പറഞ്ഞ അല്ല, ജനങ്ങൾ മുഴുവൻ കണ്ടു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം പല വേദികളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ വാചകം ഞാൻ പറഞ്ഞത് തന്നെ. അത് എന്റെ ന്യായീകരണം അല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പല വേദികളിലും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് അല്ല, അതല്ല. എന്നിട്ടും പിന്നെയും രക്ഷാപ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഈ തരത്തിലാണോ അത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമേ ഞാൻ മുമ്പോട്ട് വെക്കുന്നുള്ളൂ. ഏതായാലും ഈ വിമർശകരുടെ നിന്ന് പിന്നെ വിമർശനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ശരിയാണെന്ന് ശ്രീ ജയചന്ദ്രൻ വരുന്നുണ്ടല്ലോ. ശരിയാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അത് എങ്ങനെ ശരിയല്ല? എനിക്കത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീജിത്തെ. 2 മിനിറ്റോടെ എനിക്കത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലെന്നുള്ളത് മിനിമം മഞ്ജുഷിന് അറിയാമല്ലോ. 2 മിനിറ്റ് കൂടി. അല്ല, എനിക്കത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലീസ്, മറ്റൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഒരു മടിയും ഞാൻ വിചാരിക്കത്തില്ല. എനിക്ക് അതിൻ്റെ ആരുടെയെങ്കിലും താങ്ങും തണലും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഞാൻ എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നുള്ള ഒരു ധാരണ താങ്കൾക്കെങ്കിലും ഉണ്ട് മഞ്ജുഷ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെയും അങ്ങനെ ഞാൻ പറയുകയുള്ളൂ. എനിക്ക് തോന്നുന്ന സ്വതന്ത്രമായ അഭിപ്രായം മാത്രമേ ഞാൻ പറയൂ. ശരി, ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്നോട് നേരത്തെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. ഒന്നാമത് മഴയാണ്, അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയും കുറച്ച് സമയമെടുക്കും. ശ്രീജിത്ത് പണിക്കർ, ഈ മുഖ്യമന്ത്രിയെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു സ്റ്റൈലുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാറില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാം. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഈ അഴിമതി എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോഴും ഒന്നും അത് തെളിയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. കോടതിയിൽ നിന്നെങ്കിലും ഒരു തിരിച്ചടി ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല. അതും എടുത്ത് പറയേണ്ടതാണല്ലോ. ഏറ്റവും ഒടുവിൽ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ ഉണ്ടായതാണ്, ഒരുപാട് ചർച്ചകൾ വന്നതാണ്. പക്ഷേ അവസാനം ഗവർണർക്കെതിരെ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അതും നേട്ടമായി മാറുകയാണ്. അല്ല മഞ്ജുഷ്, ഇതിങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വിഷയവും അതിൻ്റെതായിട്ടുള്ള മെറിറ്റിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ മഞ്ജുഷ് പറഞ്ഞതുമാണ്, തോമസ് ഐസക്കിന് എതിരെയുള്ള EDയുടെ നീക്കത്തിന് കോടതിയിൽ നിന്നൊരു തിരിച്ചടി എന്ന രീതിയിലത്തേക്കാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഇത് പാടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഓർഡർ. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിയുന്ന സമയത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ED വരികയാണ്. അപ്പൊ അവരതിലൊരു തിടുക്കം കാണിച്ചു എന്ന് പറയാം.
കോടതി എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്? കാരണം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം തീർന്നിട്ടില്ല. കേരളത്തിലേത് കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ മൊത്തത്തിലുള്ള സ്റ്റേജുകൾ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരത്തെ നൽകിയിരുന്ന ഒരു പ്രിവിലേജ്, ആ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് തുടരുന്നു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അതിനർത്ഥം അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല എന്നുള്ളതല്ല. അതൊരല്പം ഡിലേ ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹം ഒപ്പിടാതെ വെക്കുന്ന അല്ലെങ്കിൽ റിസർവ് ചെയ്തിരിക്കുന്ന ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചില കാര്യങ്ങൾ അദ്ദേഹം റിസർവ് ചെയ്യുന്നതിന് അദ്ദേഹം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചതിന് ശേഷം വിശദീകരണം നൽകാനായിട്ട് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പ്രൊറഗേറ്റീവാണ്, അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ആണ് വിശദീകരണം ചോദിക്കുക. അത് ഭരണഘടനാപരമായിട്ട് തന്നെ ഭരണഘടനയിൽ തന്നെയുള്ള ഒരു ക്ലോസ് ആണ്. അദ്ദേഹം വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് റിസർവ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റു പല നിയമങ്ങളും ഇന്റർപ്രിട്ടേഷന് വിധേയമാണ്. ആ ഇന്റർപ്രിട്ടേഷന് വിധേയമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരെങ്കിലും തന്നെ ഈ അദ്ദേഹത്തിന്റെ നോമിനികളുമായി ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മറ്റൊരു വിഷയം, ശ്രീ ജയചന്ദ്രൻ ഇവിടെ എന്താണോ അറ്റംപ്റ്റ് ചെയ്തിരുന്നത് അത് ഈ ഡിഫെൻഡിങ് ദ ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ തുടർന്ന് പങ്കെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു പരാമർശത്തിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ വീഡിയോ എവിഡൻസ് ഉണ്ട്. ആ വീഡിയോ എവിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഡ് അല്ല, മാനിപ്പുലേറ്റഡ് അല്ല. അത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. എത്ര ക്രൂരമായിട്ടാണ് അയാളോട് പെരുമാറുന്നത്. ഇപ്പോൾ ഒരാളിനെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചു മാറ്റുകയാണെങ്കിൽ പിടിച്ചു മാറ്റുന്നു, ബസ് പോയി, അവിടെ അത് കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അയാളോട് എന്തോ ഒരു മുൻവൈരാഗ്യമുള്ള രീതിയിലത്തേക്ക് അയാളോട് പെരുമാറുകയും പൂച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ച് അയാളെ തല്ലി മൃതപ്രായനാക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ വീഡിയോ എവിഡൻസ് എല്ലാവരും കണ്ടതിന് ശേഷവും മുഖ്യമന്ത്രി ആദ്യത്തെ ഒരു പ്രതികരണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം നടത്തിയിരുന്ന തുടർ പ്രതികരണങ്ങളിലും ഇതാണ് ശരിയായ മാർഗം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലത്തേക്കാണ് ഒരു സന്ദേശം അദ്ദേഹം നൽകിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ? CPM-കാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കേണ്ടത് ഇവിടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ, സംസ്ഥാന പോലീസിന്റെ, ഇനി അതല്ല എങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒക്കെ ചുമതലയാണ്. അതല്ലാതെ ഡിവൈഎഫ്ഐക്ക് അദ്ദേഹം ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അതാണ് ശരിയായ ഇടപെടൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? പക്ഷെ ഒരു കാര്യം കൂടി, അവസാനമായി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ജൂൺ 4 വരെ ഒരു കാത്തിരിപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന് എതിരായിട്ടൊരു വികാരമുണ്ടോ എന്നുള്ളതിന് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാവുകയാണല്ലോ. അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോദി സർക്കാരിനെ അവലോകനം ചെയ്യുന്നതിനേക്കാൾ കേരളത്തിൽ അത് പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകം. അപ്പോൾ 4 വരെ കാത്തിരിക്കുമ്പോൾ ആ ദിവസം അതിനിർണായകമായി മാറുമല്ലോ. ഇപ്പോൾ ഈ 4ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഒരു പ്രതിച്ഛായ മാറ്റുന്നതിന് വേണ്ടി, മുഖമിനുക്കൽ നടത്തുന്നതിന് വേണ്ടി മന്ത്രിസഭ വികസനം അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലമായിരിക്കും, സംശയമില്ലല്ലോ. ഇല്ല, അത് ഇതിലെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് മഞ്ജുഷ് ഓർക്കുന്നുണ്ടാകും, നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് CPM കൂടി അംഗമായിട്ടുള്ള ഇന്ത്യ സഖ്യം മുന്നിലേക്ക് വയ്ക്കുന്ന പല കാര്യങ്ങളും കേരളത്തിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസും CPM-ഉം ഒരേ ചേരിയിലല്ലാതെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരേ ചേരിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ, ഇവിടെ BJP-ക്ക് സീറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ BJP-യെ എതിർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കേരളത്തിൽ കോൺഗ്രസ് CPM-നെയും CPM കോൺഗ്രസിനെയും എതിർക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വിമർശിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ രീതികളെ കുറിച്ചാണ്, കേന്ദ്ര സർക്കാരിന്റെ രീതികളെ കുറിച്ചല്ല. ഒരുപക്ഷെ BJP മാത്രമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ രീതികളെ കുറിച്ച് വ്യാപകമായിട്ട് ചർച്ച ചെയ്തത്. അതല്ലാതെ മുഖ്യമന്ത്രി പോലും ഒരുപക്ഷെ CAA പറ്റി 1-2 സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വളരെ വ്യാപകമായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ എതിർക്കാനായിട്ട് ശ്രമിക്കുകയുമില്ലായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളടക്കം പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഭരണവും അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണവുമായിരിക്കുമെന്ന്. എന്നാൽ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ പോലും അത് അംഗീകരിച്ചു തരാൻ തയ്യാറായില്ല.
ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണോ ഇത് ദേശീയ ഗവൺമെന്റ് അല്ലെങ്കിൽ സെന്ററിലുള്ള ഗവൺമെന്റ് എന്താണോ അതിന്റെ രീതികളെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്, അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഒരു സീറ്റ് എന്ന് പറയുന്നത് 2 സീറ്റ് ആയാൽ പോലും വലിയ നേട്ടമാണ് എന്ന് പറയുമ്പോൾ ഇനി അഥവാ കുറച്ച് സീറ്റുകൾ കിട്ടിയെന്ന് കരുതിക്കോളൂ, താരതമ്യേന നല്ലൊരു പെർഫോമൻസ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് കരുതിക്കോളൂ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും നാളെ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ അന്ന് ചോദിച്ചില്ലേ എന്റെ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണോ ഇത് എന്ന്, ഇപ്പൊ എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത് അങ്ങനെയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് എന്ന് അംഗീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് വലിയ വൈമുഖ്യമുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ല, എന്റെ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ആ ഒരു കാർഡ് അദ്ദേഹം ഓൾറെഡി ഇറക്കി കളിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി അത് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഇനി സീറ്റ് കിട്ടിയാലും മോശം പ്രകടനമാണ് എങ്കിലും അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണ്, അപ്പൊ അതുകൊണ്ട് കൂടുതൽ വോട്ട് ആൾക്കാർ കോൺഗ്രസിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുക മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഓപ്ഷനായിട്ട്. ശരി, നന്ദി ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ എൻ ശ്രീകുമാർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പിണറായി സർക്കാരിന്റെ 3 വർഷങ്ങൾ ക്ഷേമം ഉറപ്പാക്കുന്നതോ? അതേ എന്ന് 19% പ്രേക്ഷകർ, അല്ല എന്ന് 79%, നിഷ്പക്ഷം 2%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.